അപ്പോൾ നമുക്ക് ചെറിയ വരക്കാം. അപ്പോൾ റെഫറൻസ് ഇമേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നോക്കി വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ലെയർ ചെയ്യുന്നത് ഈ ഒരു യെല്ലോ എടുത്തിട്ടാണ്. ഈ യെല്ലോ എടുത്തിട്ട് നമ്മൾ ചിത്രം നോക്കി വരയ്ക്കുമ്പോഴേ വൈറ്റ് പോർഷൻസ് നമ്മളിങ്ങനെ വരച്ച് വെക്കണം കേട്ടോ, എവിടെയൊക്കെയാണ് വൈറ്റ് വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ യെല്ലോ ലെയർ ചെയ്യുമ്പം ആ വൈറ്റ് പോർഷൻസൊക്കെ വിട്ടിട്ട് വേണം യെല്ലോ ലെയർ ചെയ്യാൻ. ഇതുപോലെ കേട്ടോ. ആദ്യം ഞാൻ ലൈറ്റായിട്ടാണ് യെല്ലോ എടുത്തത്, അതായത് വെള്ളം കൂട്ടി യെല്ലോൻ്റെ കളർ കുറച്ച് കുറവായിട്ട് എടുത്തിട്ടാണ് ഫസ്റ്റ് ലെയർ കൊടുക്കുന്നത്. ആൻഡ് ഈ ഒരു ഈ ഒരു പേപ്പർ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം, പെയിൻറ്റിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം, ബ്രഷിൻ്റെയും ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം. ഓക്കെ, ആക്ച്വലി ഇതൊരു നല്ല പേപ്പറാണ്, വാട്ടർ കളറൊക്കെ ചെയ്യാൻ പറ്റിയൊരു പേപ്പറാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ തണ്ടുണ്ടാവുമല്ലോ, അതും ഒഴിവാക്കണേ ഫസ്റ്റ് ലെയർ ചെയ്യുമ്പം യെല്ലോ. ഓക്കെ, നമ്മളിങ്ങനെ ഫസ്റ്റ് ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ യെല്ലോ കുറച്ച് കൂട്ടി വെള്ളം കുറച്ചിട്ട് സെക്കൻഡ് ലെയർ ചെയ്യുവാണ്. സെയിം യെല്ലോ തന്നെ, പക്ഷേ നമ്മൾ എന്താണ് കളർ കുറച്ച് കൂടുതലെടുക്കും, അതായത് വെള്ളം കുറച്ചിട്ട് കളർ കൂട്ടിയെടുക്കും. അടുത്തതാണ് ആ യെല്ലോന് തൊട്ടിപ്പുറമുള്ള ഓറഞ്ചാണ്. ഓറഞ്ച് എന്ന് വെച്ചാൽ ഡാർക്ക് ഓറഞ്ചാട്ടോ, റെഡും അല്ല എന്നാൽ ഓറഞ്ചും അല്ലാത്തൊരു കളർ. ഓക്കെ, അതെടുക്കുകയാണ് നമ്മൾ. അടുത്ത ലെയറായിട്ട് ആ ഒരു കളറ് എല്ലാ ചെറീസിനും ഫില്ല് ചെയ്യുക. നമ്മൾ ഡാർക്ക് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒന്നല്ല, ഈവണായിട്ട് ആ ഒരു സെയിം കളർ തന്നെ ചെറീസിന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെയറാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക, ഷെയ്ഡ് ചെയ്യാൻ പോണത്. ഓക്കെ, ഇപ്പം നമ്മളെന്താണ് എല്ലാ ചെറീസിനും ഈ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ചിഷ് റെഡ് കൊടുക്കുകയാണേ. അല്ലെങ്കിൽ റെഫറൻസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ചെറീസ് കുറേ ചെറീസൊക്കെ മുട്ടി നിൽക്കുന്ന ഭാഗങ്ങളിൽ ഡാർക്ക് കളറാണ് വരുന്നത്. അതെങ്ങനെയാ വെച്ചാൽ ഷാഡോസ് അടുത്ത് നിൽക്കുന്ന ചെറീൻ്റെ ഷാഡോ മറ്റൊരു ചെറിയിൽ ഇങ്ങനെ വരുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ആ ഷാഡോ വരുന്ന ഭാഗത്തിൽ ഡാർക്ക് റെഡ് വരും. ഓക്കെ, അതുപോലെ ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ വൈറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ആ വൈറ്റിന് ചുറ്റുമുള്ളത് ലൈറ്റ് റെഡായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ യെല്ലോ എടുത്തു, ആദ്യത്തെ റെഡ് ലെയറാണ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത്. റെഡല്ല, റെഡ് ഒരു ഓറഞ്ച് ലെയർ. അപ്പോൾ നമ്മൾ ഒരേ ഈവൺ എല്ലാ സ്ഥലത്തും ഒരേ റെഡ് കളറാണ് കൊടുക്കുക ആദ്യം. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെയറാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡാർക്ക് കൂട്ടുന്ന സ്ഥലത്ത് ഡാർക്ക് കൂട്ടുക, ലൈറ്റ് ആക്കേണ്ടടുത്ത് ലൈറ്റ് ആക്കുക. അപ്പോൾ ആദ്യം ഈ ലെയർ നിങ്ങൾക്ക് പറ്റണ പോലെ ഈവണായിട്ട് കൊടുക്കുക. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നത് എന്താണെന്നറിയോ, വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഫുള്ളായിട്ട് എടുക്കാനുള്ള ഒരു സ്പേസ് ഇല്ല ഫോണിൽ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഞാൻ എനിക്ക് എടുക്കാവുന്നത് മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞു തരുവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈവണായിട്ട് എല്ലാത്തിനും ഈ ഒരു റെഡ് കൊടുക്കാം. ഓക്കെ, കണ്ടോ, ഇപ്പം എവിടെയും ഡാർക്കോ ലൈറ്റൊന്നും നമ്മൾ ഷെയ്ഡിങ് ഒന്നും ചെയ്തിട്ടില്ല, ഈവണായിട്ട് കൊടുക്കുക. അടുത്ത് നമുക്ക് നമ്മുടെ കളറിൽ ഇത് രണ്ട് റെഡ് കണ്ടോ നിങ്ങൾ, അത് രണ്ടുമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണേ ഇനി ഡാർക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ ആദ്യം എടുത്ത് റെഡ് എടുക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഔട്ടർ കോർണറിൽ കൊടുത്തിട്ട്, അതായത് നിങ്ങൾക്ക് റെഫറൻസ് നോക്കിയാൽ മനസ്സിലാവും ഏത് ഭാഗത്താണ് ഡാർക്ക് കളർ വരുന്നത്, അവിടത്തേക്ക് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും ചെയ്യണ പോലെ ബ്രഷ് വാഷ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വൈറ്റ് ഒഴിവാക്കി വെച്ചതിൻ്റെ അടുത്തേക്ക് വെള്ളം കൊണ്ട്, അതായത് നമ്മൾ ബ്രഷിൽ കളറൊന്നുമില്ല, നമ്മൾ കുറച്ച് റെഡ് ഏറ്റവും ഡാർക്ക് വരുന്ന ഭാഗത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബ്രഷ് വാഷ് ചെയ്തിട്ട് വെറും ബ്രഷ് ഇത്തിരി വെള്ളം വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് ആ വൈറ്റ് വരുന്ന ഭാഗത്തിൻ്റെ അടുത്തേക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം. വൈറ്റിൽ റെഡ് എടുക്കരുത് കേട്ടോ ഫുള്ളായിട്ട്, അപ്പോൾ നമ്മൾ ഷെയ്ഡിങ് എഫക്റ്റ് പോവും. വൈറ്റ് അതുപോലെ വെക്കണം. നമ്മൾ എന്ത് ചെയ്യുക, ഡാർക്ക് റെഡ് കൊടുത്തിട്ട് വെള്ളം, അതായത് ബ്രഷ് വാഷ് ചെയ്തിട്ട് ലൈറ്റ് റെഡിൻ്റെ ഭാഗങ്ങളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരിക. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കെന്താവും, ഡാർക്ക് വരുന്നിടത്ത്
റെഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. നമ്മൾ ബ്ലെൻഡ് ചെയ്ത് നടുക്കൊക്കെ വരുമ്പോഴേക്കും റെഡിൻ്റെ ആ ഒരു കട്ടി കുറവായിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ. നമ്മൾ മുമ്പൊരു സ്ട്രോബെറീൻ്റെ ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? സെയിം മെത്തേഡാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. സ്ട്രോബെറി വരയ്ക്കാൻ ഇച്ചിരിയും കൂടെ പാടാണ്, ഇത് ഇത്തിരിയും കൂടെ എളുപ്പമാണ്. ആകെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് പോർഷൻസ് ഒഴിവാക്കേണ്ടത് മാത്രമാണ് എനിക്ക് ഒരു പ്രശ്നം. കാരണം ഞാൻ ഭയങ്കര മടിച്ചിയാണ്. അപ്പോൾ ഈ വൈറ്റൊക്കെ ഒഴിവാക്കുന്നത് എനിക്ക് കുറച്ച് മെനക്കേടാണ്. അല്ലേ? ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഒരു പണിയില്ലല്ലോ, ഫുള്ളായിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്യാം. അതൊക്കെ ഒഴിവാക്കണം. ഷെയ്ഡ് ചെയ്യുമ്പോഴും ആ വൈറ്റിലൊന്നും മുട്ടരുത്. പക്ഷെ നിങ്ങളങ്ങനെ മടി കാണിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് സ്റ്റെപ്പ് കണ്ടല്ലോ. ഇനി നമ്മൾ ഇത് എല്ലാ ചെറിയിലും ചെയ്യണേ, റെഫറൻസ് നോക്കിയിട്ട്. അതായത് ഡാർക്ക് ഭാഗങ്ങളിലും ഡാർക്ക് റെഡ് കൊടുക്കുക, എന്നിട്ട് ബ്രഷ് വാഷ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ലൈറ്റ് പോർഷനിലേക്ക് ആ റെഡിനെ കൊണ്ടുവരാം. അപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഡാർക്ക് റെഡ് എടുക്കുക. ഇനി വീണ്ടും എന്ത് ചെയ്യുക, ഏറ്റവും ഡാർക്ക് വരുന്ന ഭാഗത്തിലേക്ക് സെയിം സ്റ്റെപ്പാണ്, ഫില്ല് ചെയ്യുക ഇതുപോലെ. എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രഷ് വാഷ് ചെയ്യുക, എന്നിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ലൈറ്റ് റെഡ് പോർഷനിലേക്ക് എടുക്കുക. ബ്രഷ് വാഷ് ചെയ്യുക, കണ്ടോ? ബ്ലെൻഡ് ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുവരുവാണ്. നമ്മൾ ഫുള്ളായിട്ട് എടുക്കരുത്. ഡാർക്ക് പോർഷൻ, ഡാർക്കായിട്ടുള്ള പെയിൻറ്റ് ഡാർക്ക് ആ ഷാഡോ ഒക്കെ വരുന്ന ഭാഗത്തേക്ക് വെക്കണം. ഓക്കെ, ഫുള്ളായി ബ്ലെൻഡ് ചെയ്ത് കളയരുത്. ഡാർക്ക് പോർഷനിൽ ഡാർക്ക് വെച്ചിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് നടുക്കേക്കൊന്ന് ഒരു ഷെയ്ഡ് എഫക്റ്റ് തോന്നുന്ന വിധത്തിൽ കൊണ്ടുവന്നാൽ മതി. ഓക്കെ, വേണോ? ഇപ്പോൾ ഞാൻ ഡാർക്കായിട്ട് ഔട്ട്ലൈൻ പോലെ വരച്ചു കൊടുത്തു, ഷാഡോ വരുന്ന ഭാഗങ്ങളിലൊക്കെ. എന്നിട്ട് കാരണം ഇപ്പോൾ ഈ ചെറീസൊക്കെ ആ ചെറീൻ്റെ ആ ഒരു ഭാഗത്തിൽ മുട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഷാഡോ ഉണ്ടാവും. ഇനി വെള്ളം മാത്രം എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ്. ഇപ്പോൾ ഒരു ഔട്ട്ലൈൻ വരച്ച പോലെയല്ലേ ഉള്ളത്. നമ്മൾ വെള്ളം വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ എന്തായി, ഒരു എന്താ പറയുക, ഒരു സ്മൂത്ത്നെസ് അവിടെ ഫീൽ ചെയ്തില്ലേ? ഇല്ലേ? കണ്ടോ? അപ്പോൾ നമ്മൾ ബാക്കി എല്ലാ ചെറീസും ഈ ഒരു സെയിം സ്റ്റെപ്പ് ചെയ്യുക. അതായത് നിങ്ങൾ നോക്കുക ഏത് പോർഷൻസിലാണ് ഡാർക്ക് കൂടുതൽ, ആ പോർഷൻസിൽ ഡാർക്ക് കൂട്ടുക. എന്നിട്ട് ലൈറ്റ് ഭാഗങ്ങളിലേക്ക് വെറും വെള്ളം മാത്രം എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മൾ ഫുള്ളായിട്ട് എല്ലാ ചെറീസിലും ചെയ്യുവാണേ. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ലെമൺ യെല്ലോ എടുക്കുക. അതായത് ഏറ്റവും ലൈറ്റ് യെല്ലോ ഉണ്ട്, അതെടുത്തിട്ട് നമ്മൾ തണ്ടുകളിൽ കൊടുക്കുകയാണേ. അതിന് ശേഷം നമ്മൾ ബ്ലാക്ക് എടുക്കുക. ഇനി ഡയറക്റ്റ് ബ്ലാക്ക് കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് എടുക്കുക. എന്നിട്ട് ഏറ്റവും ഡാർക്കായിട്ടുള്ള റെഡ് അല്ലെങ്കിൽ മെറൂണും മിക്സ് ചെയ്തിട്ട്, കേട്ടോ, ഓരോ ചെറീസിൻ്റെയും ഗ്യാപ്പിൽ നമുക്ക് ആക്ച്വലി ബ്ലാക്കാണ് വേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് ബ്ലാക്ക് കൊടുത്താൽ പിക്ചർ കൊളാവും. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ബ്ലാക്ക് ലെയർ ചെയ്യുക. ഇതിപ്പം എനിക്ക് മടിയായതുകൊണ്ട് ആദ്യമേ ബ്ലാക്ക് ലെയർ ചെയ്തതാണ്. സോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ പകുതി ബാക്കി വെച്ചതാണ് കേട്ടോ. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നറിയോ, നിങ്ങൾ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും, റെഫറൻസിൽ നോക്കിയാൽ മനസ്സിലാവും, ഷാഡോ ഭാഗങ്ങൾ കുറച്ചും കൂടി ഡാർക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മെറൂൺ ഉണ്ടെങ്കിൽ മെറൂൺ വെച്ച് ചെയ്താൽ മതി. ഇനി അല്ല അതിനേക്കാളും ഡാർക്ക് ആക്കണമെങ്കിൽ മെറൂണ് അല്ലെങ്കിൽ റെഡ് എടുത്തിട്ട് അതിൽ ബ്ലാക്കും കൂടെ കുറച്ചൊന്ന് മിക്സ് ചെയ്യുമ്പം നല്ല ഡാർക്ക് റെഡ് കിട്ടും. അതാണ് ഞാൻ ഷാഡോ ഭാഗങ്ങളിലേക്ക് കൊടുക്കുന്നത്. ആൻഡ് സെയിം സ്റ്റെപ്പാണ്, നമ്മൾ ഡാർക്ക് വേണ്ട ഭാഗങ്ങളിൽ ആ കളർ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, വെള്ളം വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കും. ഓക്കെ, ആൻഡ് ഈ സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ എല്ലാ ചെറീസിലും ചെയ്യണം കേട്ടോ. ഞാൻ ഒറ്റ ചെറിയിൽ മാത്രമേ അത് കാണിച്ചു തരുന്നുള്ളൂ.
ഇപ്പോൾ കണ്ടോ നല്ല ഡാർക്ക് എന്നല്ലേ, അത് ഞാൻ റെഡും ബ്ലാക്കും മിക്സ് ചെയ്തതാണ് കേട്ടോ. കാരണം ആ ഒരു ചെറി ഭയങ്കര ഉള്ളിലാണ്, അതിൻ്റെ ടോപ്പിൽ വേറെ ചെറീസ് മുട്ടിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയിൽ കൂടുതലായിട്ടും റെഡിൻ്റെ ഡാർക്ക് വേർഷനാണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെഡിൽ ഇത്തിരി ബ്ലാക്ക് മിക്സ് ചെയ്തിട്ട് ഷാഡോ ഭാഗങ്ങളിൽ കൊടുത്തിട്ട് ലൈറ്റ് അടിക്കണ ഭാഗങ്ങളിലേക്ക് ചെറുതായി വെള്ളം മാത്രം എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും കുഞ്ഞു കുട്ടികളൊക്കെ വരയ്ക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് അവർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മാത്രമല്ല ഒരൊറ്റ എണ്ണം മാത്രമല്ല ഞാൻ കാണിക്കണുള്ളൂ. അപ്പോൾ അത് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡാർക്ക് വരേണ്ട ഭാഗത്തൊക്കെ ഡാർക്ക് ചെയ്തു. ഇനി ചെയ്യുന്നത് കണ്ടോ, ഗ്രീൻ എടുക്കുക. അതായത് നിങ്ങൾ ലെമൺ യെല്ലോയും ഗ്രീനും മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെറീൻ്റെ തണ്ടുകളൊക്കെ ഗ്രീൻ കൊടുക്കുക. ആൻഡ് വൈറ്റ് ജെൽ പെൻ ഉണ്ടെങ്കിൽ അതായത് ഇതുപോലെ ഡോട്ട്സ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ഫീൽ കിട്ടും കേട്ടോ. റെഫറൻസ് നോക്കിയാൽ മതി എവിടെയൊക്കെയാണ് അങ്ങനെ ഡോട്ട്സ് ഒക്കെ വരുന്നതെന്ന്. ഇത് ഇത്രയേ ഉള്ളൂ, ചെറി റെഡിയായി. ഓക്കെ, അപ്പോൾ വരച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ.